ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. ലോകം നേരിടുന്ന സുപ്രധാന വെല്ലുവിളികളിലൊന്നാണ് തുണി മാലിന്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തുണിത്തരങ്ങളുടെ പുനഃചംക്രമണം 1% താഴെ മാത്രമാണെന്നും മൻ കി ബാത്തിൽ പരാമർശം. വേനൽ അവധിക്കാലത്തെ സന്നദ്ധ പ്രവർത്തനങ്ങൾ പങ്കുവയ്ക്കാൻ കുട്ടികളോട് ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി. ലോകമെമ്പാടും യോഗയുടെ പ്രസക്തി വർദ്ധിച്ചുവരുന്നതായും നരേന്ദ്രമോദി. ഛത്തീസ്ഗഡിൽ 33,700 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിക്കും. ലഹരിയുടെ ഉന്മൂലനത്തിന് പൊതുസമൂഹത്തിന്റെ ഇടപെടൽ അനിവാര്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സിറിയയിൽ ഇടക്കാല സർക്കാർ രൂപീകരണം പ്രഖ്യാപിച്ച് പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറ. വാർത്തകൾ വിശദമായി. വേനൽ അവധിക്കാലത്ത് സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ വിദ്യാർത്ഥികൾ സമയം കണ്ടെത്തണമെന്ന് പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിന്റെ 120ാം പതിപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇത്തരം അവധിക്കാല അനുഭവങ്ങൾ #ഹോളിഡേ മെമ്മറീസുമായി പങ്കിടണമെന്നും മൻ കി ബാത്തിന്റെ അടുത്ത പതിപ്പിൽ അവ ഉൾപ്പെടുത്താൻ ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. अगर कोई संगठन, कोई स्कूल या सामाजिक संस्थाएं या तो फिर साइंस सेंटर ऐसी समर एक्टिविटीज करवा रहे हो तो इसे #मायहॉलिडेज के साथ जरूर शेयर करें. इससे देश भर के बच्चे और उनके माता पिता को इनके बारे में आसानी से जानकारी मिल सकेगी. രാജ്യത്ത് ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ ഊർജിതമായി പുരോഗമിക്കുന്നതായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ആയിരക്കണക്കിന് കൃത്രിമ കുളങ്ങൾ, ചെക്ക് ഡാമുകൾ, കമ്മ്യൂണിറ്റി സോക്ക് പിറ്റുകൾ എന്നിവയുടെ നിർമ്മാണം നടക്കുകയാണ്. കഴിഞ്ഞ 8 വർഷങ്ങൾക്കിടയിൽ പുതുതായി നിർമ്മിച്ച ജലാശയങ്ങൾ, കുളങ്ങൾ, ജല റീചാർജ് സംവിധാനങ്ങൾ എന്നിവയിലൂടെ 11 ബില്യൺ ക്യൂബിക് മീറ്ററിലധികം വെള്ളം സംരക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട്. വേനൽക്കാലത്ത് വീടുകളിൽ പക്ഷികൾക്കായി കുടിവെള്ളം വയ്ക്കാനും പ്രധാനമന്ത്രി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ലോകം നേരിടുന്ന സുപ്രധാന വെല്ലുവിളികളിലൊന്നാണ് തുണി മാലിന്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തുണിത്തരങ്ങളുടെ പുനഃചംക്രമണം വെറും 1% താഴെയാണെന്നും അദ്ദേഹം മൻ കി ബാത്തിൽ പരാമർശിച്ചു. ലോകമെമ്പാടും യോഗയെയും പരമ്പരാഗത ഇന്ത്യൻ വൈദ്യശാസ്ത്രത്തെയും കുറിച്ചുള്ള ജിജ്ഞാസ വർദ്ധിച്ചുവരികയാണെന്ന് പറഞ്ഞ അദ്ദേഹം യോഗ ദിനാചരണത്തിന് ഇനി 100 ദിവസത്തിൽ താഴെ മാത്രമേ ഉള്ളൂവെന്നും ഓർമ്മിപ്പിച്ചു. मानवता को भारत की ओर से एक ऐसा अनमोल उपहार है जो भविष्य की पीढ़ी के बहुत काम आने वाला है. साल 2025 के योग दिवस की थीम रखी गई है योगा फॉर वन अर्थ वन हेल्थ, यानी हम योग के जरिए पूरे विश्व को स्वस्थ बनाने की कामना करते हैं. ന്യൂഡൽഹിയിൽ അടുത്തിടെ നടന്ന ഫിറ്റ് ഇന്ത്യ കാർണിവലിന് ആവേശകരമായ സ്വീകരണമാണ് ലഭിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വന്തം പ്രദേശങ്ങളിൽ ഇത്തരം കാർണിവലുകൾ സംഘടിപ്പിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. പ്രശസ്ത റാപ്പർ ഹനുമാൻ കൈന്റിന്റെ പുതിയ ഗാനത്തിലൂടെ കളരിപ്പയറ്റ് ഉൾപ്പെടെയുള്ള പരമ്പരാഗത ആയോധന കലകളെക്കുറിച്ച് ലോകമെമ്പാടുമുള്ളവർക്ക് അറിയാൻ കഴിഞ്ഞതായും ഇതിന് അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിലെ കായിക താരങ്ങളുടെ മികച്ച പ്രകടനത്തെക്കുറിച്ച് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിനന്ദിച്ച പ്രധാനമന്ത്രി ദിവ്യാംഗരായ കായിക താരങ്ങൾ 18 ദേശീയ റെക്കോർഡുകൾ കുറിച്ചതായും പറഞ്ഞു. ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ പഞ്ചഗുസ്തി താരം ജോബി മാത്യു എഴുതിയ കത്തിലെ ചില ഭാഗങ്ങളും പ്രധാനമന്ത്രി പരാമർശിച്ചു. इस बार के खेलो इंडिया पैरा गेम्स में गोल्ड मेडल जीतने वाले आर्म रेसलर जॉबी मैथ्यू ने मुझे चिट्ठी लिखी है. मैं उनके पत्र के कुछ हिस्से को पढ़कर सुनाना चाहता हूं. उन्होंने लिखा है, मेडल जीतना बहुत खास होता है, लेकिन हमारा संघर्ष सिर्फ पोडियम पर खड़े होने तक सीमित नहीं है. हम हर रोज एक लड़ाई लड़ते हैं. जीवन कई तरीके से हमारी परीक्षा लेता है. बहुत कम लोग हमारे संघर्ष को समझ पाते हैं. മൻ കി ബാത്തിൽ പാരാ അത്ലറ്റുകളുടെ നേട്ടങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി പരാമർശിച്ചത് ഏറെ പ്രചോദനം നൽകുന്നതാണെന്ന് ആലപ്പുഴയിൽ നിന്നുള്ള പാരാ അത്ലറ്റ് അബ്ദുൽ സലാം ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. ഇതുപോലുള്ള കായിക താരങ്ങളുടെ കാര്യങ്ങൾ ഈ മൻ കി ബാത്ത് പോലുള്ള പരിപാടിയിൽ പറയുകയും അവർക്കൊരു പ്രചോദനമാകുകയും ചെയ്യുന്നത് വളരെ വളരെ നമുക്ക് പ്രശംസിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഞാനും ഒരു വൈകല്യമുള്ള ഒരു കായിക താരമാണ്. എന്നെ പോലെയുള്ളവർക്ക് ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒത്തിരി ഒത്തിരി പ്രചോദനമാണ് പ്രധാനമന്ത്രി ഇതിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പം ഒത്തിരി ഒത്തിരി സന്തോഷം.
രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പുതുവത്സരാശംസകൾ നേർന്നു. വ്യത്യസ്ത ഭാഷകളിൽ ലഭിച്ച ഉഗാദി, ഗുഡി പഡ്വ, വിഷു ദിനാശംസകളും അദ്ദേഹം മൻ കി ബാത്തിൽ പങ്കുവച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. 9 ദിവസത്തെ ചൈത്ര നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ദുർഗാദേവിയുടെ 9 അവതാരങ്ങളുടെ ആരാധന ഈ ദിവസങ്ങളിൽ നടക്കും. അടുത്ത മാസം 6 വരെ ആകാശവാണിയുടെ ആരാധന യൂട്യൂബ് ചാനലിൽ പ്രത്യേക നവരാത്രി പരിപാടികൾ അവതരിപ്പിക്കും. തെലുങ്ക് പുതുവത്സരമായ ഉഗാദിയും ഇന്ന് ആഘോഷിക്കുകയാണ്. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. RSS സ്ഥാപകരായ കേശവ് ഹെഡ്ഗേവാർ, മാധവറാവു ഗോൾവാൾക്കർ എന്നിവർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലെ സ്മൃതി മന്ദിറിലെത്തിയാണ് അദ്ദേഹം ശ്രദ്ധാഞ്ജലി അർപ്പിച്ചത്. തുടർന്ന് ദീക്ഷാഭൂമി സന്ദർശിച്ച പ്രധാനമന്ത്രി ഡോക്ടർ BR അംബേദ്കർക്ക് ആദരമർപ്പിച്ചു. നാഗ്പൂരിലെ മാധവ് നേത്രാലയ പ്രീമിയം സെന്ററിന്റെ ശിലാസ്ഥാപനവും അദ്ദേഹം നിർവഹിച്ചു. ഉച്ചയ്ക്ക് ശേഷം ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിൽ 33,700 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് ബീഹാറിലെ പറ്റ്നയിൽ സംസ്ഥാനതല സഹകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. അന്താരാഷ്ട്ര സഹകരണ വർഷത്തിന്റെ ഭാഗമായാണ് സമ്മേളനം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 7,000-ലധികം പ്രതിനിധികൾ പങ്കെടുക്കും. 800 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും. ലഹരിയുടെ ഉന്മൂലനത്തിന് പൊതുസമൂഹത്തിന്റെ ഇടപെടൽ അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലഹരി വ്യാപനം തടയാൻ തിരുവനന്തപുരത്ത് വിളിച്ച യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിനുള്ള ക്രിയാത്മക നിർദ്ദേശങ്ങൾക്ക് വേണ്ടിയാണ് യോഗമെന്നും പങ്കെടുക്കുന്ന ഓരോ മേഖലയിലുള്ളവർക്കും പുതിയ നിർദ്ദേശങ്ങൾ നൽകാനാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 3:30-ന് ഡൽഹി ക്യാപിറ്റൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെയും രാത്രി 7:30-ന് രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെയും നേരിടും. ISL ഫുട്ബോളിൽ മുംബൈ സിറ്റി FCയെ ഏകപക്ഷീയമായ 5 ഗോളുകൾക്ക് തകർത്ത് ബംഗളൂരു FC സെമി ഫൈനലിൽ കടന്നു. സെമിയിൽ FC ഗോവയാണ് ബംഗളൂരുവിന്റെ എതിരാളി. സിറിയയിൽ ഇടക്കാല സർക്കാർ രൂപീകരണം പ്രഖ്യാപിച്ച് ഇടക്കാല പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാറ. 23-അംഗ മന്ത്രിസഭയിൽ മുമ്പ് വിദേശകാര്യ അതോറിറ്റിയുടെ ഇടക്കാല മേധാവിയായിരുന്ന അസദ് ഹാസൻ അൽ ഷിബാനിയെ വിദേശകാര്യമന്ത്രിയായി നിയമിച്ചു. പതിറ്റാണ്ടുകളായി തുടരുന്ന അസദ് കുടുംബ ഭരണം കഴിഞ്ഞ ഡിസംബറിൽ അവസാനിച്ചതിന് ശേഷമുള്ള പ്രധാന നാഴികക്കല്ലാണ് പുതിയ സർക്കാരിന്റെ രൂപീകരണം. ചെറിയ പെരുന്നാളിനെ വരവേൽക്കാനൊരുങ്ങി ഇസ്ലാം വിശ്വാസികൾ. ഇന്ന് ശവ്വാൽ മാസപ്പിറവി കാണുന്നവർ അറിയിക്കണമെന്ന് ഖാസിമാർ ആവശ്യപ്പെട്ടു. അതേസമയം സൌദി അറേബ്യയിൽ ഇന്നലെ മാസപ്പിറവി ദൃശ്യമായതിന്റെ അടിസ്ഥാനത്തിൽ ഒമാൻ ഒഴികെ ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ഇന്ന് അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനം. ആഗോളതലത്തിൽ മാലിന്യ സംസ്കരണം ശക്തിപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യം, മാലിന്യ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് സുസ്ഥിരമായ മാർഗ്ഗങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത തുടങ്ങിയവയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. ഫാഷനിലും തുണിത്തരങ്ങളിലും പൂജ്യം മാലിന്യത്തിലേക്ക് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കേരളത്തിൽ സമ്പൂർണ്ണ മാലിന്യമുക്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രഖ്യാപനം ഇന്ന് നടക്കും. 13 മാനദണ്ഡങ്ങളിൽ ഓരോന്നിലും 80% പുരോഗതി കൈവരിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയാണ് മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുന്നത്. തുടർന്ന് ഏപ്രിൽ 5 വരെയുള്ള തീയതികളിലായി ജില്ലാതല പ്രഖ്യാപനങ്ങൾ നടക്കും. മ്യാൻമർ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 1644ആയി. പരിക്കേറ്റവരുടെ എണ്ണം 3408 ആയതായും 139 പേരെ കാണാനില്ലെന്നും സർക്കാർ അറിയിച്ചു. അതേസമയം മ്യാൻമറിന് സഹായവുമായി ഓപ്പറേഷൻ ബ്രഹ്മയുടെ ഭാഗമായി 5 ഇന്ത്യൻ വ്യോമസേനാ വിമാനങ്ങൾ യാങ്കോണിലും നൈപേതാവിലും എത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഗാസ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഈജിപ്തിൽ നിന്നും ഖത്തറിൽ നിന്നുമുള്ള പുതിയ നിർദ്ദേശം ഹമാസ് അംഗീകരിച്ചു. വെടിനിർത്തൽ നിർദ്ദേശം ക്രിയാത്മകമായി അംഗീകരിച്ചതായും ഇസ്രായേൽ കരാറിനെ ദുർബലപ്പെടുത്തില്ലെന്ന് പ്രതീക്ഷിക്കുന്നതായും ഹമാസ് മേധാവി പറഞ്ഞു. 5 ഇസ്രായേലി ബന്ദികളെ ഹമാസ് എല്ലാ ആഴ്ചയും മോചിപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഛത്തീസ്ഗഡിലെ ബസ്തർ ഡിവിഷനിലെ സുക്മ ജില്ലയിൽ സുരക്ഷാ സേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 17 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. 4 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ ജവാന്മാർ അപകടനില തരണം ചെയ്തു. ഇന്നലെ രാവിലെ മുതൽ ഈ പ്രദേശത്ത് ഏറ്റുമുട്ടൽ നടക്കുകയാണ്. നിരവധി ആയുധങ്ങളും കണ്ടെടുത്തിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ലോകം നേരിടുന്ന സുപ്രധാന വെല്ലുവിളികളിലൊന്നാണ് തുണി മാലിന്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തുണിത്തരങ്ങളുടെ പുനഃചംക്രമണം 1% താഴെ മാത്രമാണെന്നും മൻ കി ബാത്തിൽ പരാമർശം. വേനൽ അവധിക്കാലത്തെ സന്നദ്ധ പ്രവർത്തനങ്ങൾ പങ്കുവയ്ക്കാൻ കുട്ടികളോട് ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി. ലോകമെമ്പാടും യോഗയുടെ പ്രസക്തി വർദ്ധിച്ചു വരുന്നതായും നരേന്ദ്രമോദി.
ഛത്തീസ്ഗഡിൽ 33,700 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിക്കും. ലഹരിയുടെ ഉന്മൂലനത്തിന് പൊതുസമൂഹത്തിന്റെ ഇടപെടൽ അനിവാര്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സിറിയയിൽ ഇടക്കാല സർക്കാർ രൂപീകരണം പ്രഖ്യാപിച്ച് പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.